ബി ടി സിയിൽ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു അപ്സൈഡ് ഡയറക്ഷനിലേക്കാണ്. കാരണം ഇതൊരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ബി ടി സി എടുത്തുകൊണ്ട് തന്നെ അപ്സൈഡ് ഡയറക്ഷനിലേക്കാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് നല്ലൊരു ഫാൾ വന്നിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് 98,449 ആയിട്ടുണ്ട്. ഇപ്പം 400 റേഞ്ചിലൊക്കെ നമുക്ക് ലിമിറ്റ് ഓർഡറിൽ കൊടുത്തിടാം. നമുക്കത് 98,403 ആയിട്ടുണ്ട്. 98,400 കൊടുക്കാം നമുക്ക്. ജസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് 20 ലോട്ട്സ് ആണ്, 40 ലോട്ടല്ല ചെയ്യുന്നത്. കാരണം കുറച്ച് വലിയ ടാർഗറ്റും വലിയ സ്റ്റോപ്പ് ലോസും ആണ്. ഓക്കെ, നമുക്ക് ബൈ പ്ലേസ് ബൈ ഓർഡർ കൊടുക്കാം. 400 മുകളിൽ പോയാൽ 400 കൊടുക്കാം. 400 മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, 423. ഓക്കെ, അത് ലിമിറ്റ് ഓർഡർ തന്നെയാണ് കിട്ടിയെന്ന് അറിയില്ല. കാരണം 400 ആയ സമയത്ത് 400 മുകളിലേക്ക് വരുന്ന സമയത്ത് 400 കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡറിലേക്ക് കിട്ടുള്ളൂ. പക്ഷേ 400 താഴെ ആകുമ്പോൾ അത് മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ആവുള്ളൂ ചിലപ്പം. ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ ലോസും പ്രോഫിറ്റ് ഇവിടെ കാണാം, PNL കാണാം, നമ്മുടെ ഓർഡർ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാം. എന്താ പറയുക, പൊസിഷനിൽ പോയി നോക്കാം. നമുക്ക് പൊസിഷനിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 98,000 കൊടുക്കാം നമുക്ക്. 98,000 $7.6 ഈ ഒരു ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ വരിക. ഇനി ടാർഗറ്റ് നമുക്ക് 103,216 $96 പ്രോഫിറ്റും വരിക. നമുക്ക് കൺഫേം ചെയ്യാം. ഞാൻ എൻട്രി എടുക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. ഒരു ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു അപ്സൈഡ് ഡയറക്ഷനിലേക്കുള്ള ട്രേഡാണ്. ഈ ഒരു ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 98,000 കിടക്കുന്നത്. $7 $7.5 ആയിരിക്കും ലോസ് വരിക. ഇനി ടാർഗറ്റ് നമുക്ക് ഒരുപാട് മുകളിലാണ്. 1,03,216 അതാണ് നമ്മുടെ ടാർഗറ്റ്. 1:11 റേഞ്ചിലാണ് ഞാൻ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നത്. SL അടിക്കുകയാണെങ്കിൽ എനിക്ക് $7 അല്ല കേട്ടോ വരിക, നിയർലി $9 അടുത്ത് വരും. കാരണം ഇത് എൻട്രിയും എനിക്ക് തോന്നുന്നു മാർക്കറ്റ് പ്രൈസിലാണ് വന്നത്. അതുകൊണ്ട് എൻട്രി മാർക്കറ്റ് പ്രൈസിലല്ല വന്നിരുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക $9 വരെ വരും. ഇത് $9.5 വരും ബ്രോക്കറേജ് അടക്കം ലോസ് വരികയാണെങ്കിൽ. ടാർഗറ്റ് വരികയാണെങ്കിൽ 1:10 ആയിരിക്കും ടാർഗറ്റ്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ അതായത് $96.5 അടുത്തായിരിക്കും ടാർഗറ്റ് വരിക. അതാണ് ടാർഗറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഏതായാലും വെയിറ്റ് ചെയ്യാം. സമയം 4:24 ആയിട്ടുണ്ട്. 27 ജനുവരി. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തു മാർക്കറ്റ്. അതിനുശേഷം 1 മിനിറ്റിലേക്ക് ഒരു IDX എടുത്ത സമയത്താണ് ഞാൻ അഗ്രസീവായിട്ടുള്ള ട്രേഡ് എടുത്തത്. ആ ലോൻ്റെ താഴെ പോകാതെ നമുക്ക് കുറച്ച് വലിയ ടാർഗറ്റ് വേണേൽ വെക്കാം. പക്ഷേ ഞാൻ ആ റേഞ്ചിൽ വെച്ചിട്ടുള്ളത്. അടിക്കുകയാണെങ്കിൽ 400 പോയിൻ്റാണ് SL വരുന്നത്. പ്രോഫിറ്റ് മീൻസ് ടാർഗറ്റ് 4,000-ലധികം പോയിൻ്റ് ഉണ്ട്. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് കറക്റ്റ് എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ കാണാൻ നിങ്ങൾക്ക് $2 ഇപ്പോൾ പ്രോഫിറ്റിലാണ് നമ്മൾ എടുത്തതിന് ശേഷം. കുറച്ച് മുമ്പ് മാർക്കറ്റ് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഓർഡർ ഹിസ്റ്ററിയിൽ ഞാൻ പറഞ്ഞ നേരത്തെ $1 ആണോ, $1 വന്നിട്ടുണ്ട് ഈ ട്രേഡിൽ. ശരിക്കും മാർക്കറ്റ് പ്രൈസിൽ തന്നെയാണ് അത് എക്സിക്യൂട്ട് ആയത്. ശരിക്കും ലിമിറ്റ് പ്രൈസിലാണെങ്കിൽ എനിക്ക് $0.4 ബ്രോക്കറേജ് വരുള്ളൂ ആ ഒരു ട്രേഡിൽ. കണ്ടോ, ഞാൻ കൊടുത്തത് 98,400 എക്സിക്യൂഷൻ വന്നത് 98,383 20 ലോട്ട്സ്. അപ്പോൾ ബ്രോക്കറേജ് ലേശം ഒന്ന് കൂടിയുണ്ട് മാർക്കറ്റ് പ്രൈസിൽ. നോർമലി ഞാൻ ലിമിറ്റ് പ്രൈസിലാണ് കൊടുക്കാറുള്ളത്. അതാണ് ലിമിറ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റോപ്പ് ലോസ് മീൻസ് എന്താ പറയുക, മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് ബ്രോക്കറേജ് 0.05%, ലിമിറ്റിൽ വരുമ്പോൾ 0.02% ആണ്. അപ്പോൾ $2 പ്രോഫിറ്റിലാണ്. ഏതായാലും ഞാൻ അപ്ഡേഷൻ തരാം. ഈ ഒരു ട്രേഡിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. SL ആണോ ടാർഗറ്റ് ആണോ വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ആർക്കെങ്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് വഴി ലീഗലായിട്ട് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഐ ബട്ടണിൽ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഈസി ആയിട്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള വീഡിയോ ആണ് അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. ആ ലിങ്ക് വെച്ച് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് 2 മാസത്തേക്ക് 10% ബ്രോക്കറേജിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. കൂടാതെ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക്, പ്രൈവറ്റ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും ചെയ്യും. ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ആർക്കെങ്കിലും വീഡിയോ കിട്ടാത്ത ആളുകളുണ്ട്, ഓപ്പൺ ചെയ്ത ആളുകൾക്ക് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. ഇനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 4:39 നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് $9 അടുത്ത് പ്രോഫിറ്റ് വന്നു. $8 റേഞ്ചിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നത്. ട്രേഡ് എടുത്തിട്ട് നമ്മൾ ഒരു എന്താ പറയുക 20 മിനിറ്റ്സ് ആയിട്ടില്ല.
അതിന് മുമ്പ് ഇതാണ് ഇപ്പോൾ പൊസിഷനിലത്. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് കുറച്ചും താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറിയതാണ്. SL അടിച്ചിട്ടില്ല, SLൻ്റെ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 7:43 ആയിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ $39 ഇപ്പോൾ പ്രോഫിറ്റിലാണ്. നമ്മൾ എന്താ പറയുക, അത്യാവശ്യം 39 അല്ല, ഒരു $60 അബോവ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒന്ന് താഴേക്ക് വന്നതാണ്. പക്ഷേ നമ്മുടെ വേറെ ഇതുവരെ പിന്നെ നമ്മുടെ എന്താ പറയുക, സ്റ്റോപ്പ് ലോസിലും ടാർഗറ്റിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല, സെയിം ഏരിയ തന്നെയാണ്. അത്യാവശ്യം മൊമെൻറ്റം കാണിച്ചതിന് ശേഷമാണ് പോയത്. നമ്മൾ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് എത്ര പോയിന്റ് പോയി എന്നുള്ളത് നോക്കാം നമുക്ക്. ആ ഒരു ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് 3000 റേഞ്ചിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടാർഗറ്റ് ഏരിയ എത്താത്തതുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യം എന്താ വെച്ചാൽ ടാർഗറ്റിനും സ്റ്റോപ്പ് ലോസിനും പ്രോപ്പറായി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. $36 ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് താഴെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതായത് $7 ഉള്ളത് $7.5 ഉള്ളത് $5 റേഞ്ചിലേക്ക് ലോസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് കുഴപ്പമില്ല, മാർക്കറ്റ് തൊട്ടടുത്തൊന്നും സ്റ്റോപ്പ് ലോസ് ഞാൻ ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് പോയി ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് $5 ലോസ് ബുക്ക് ചെയ്യാം ഈ ഒരു ട്രേഡിൽ. അതാണ് പ്ലാൻ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 28-ാം തീയതി രാവിലെ 10 മണിയുണ്ട്. നമ്മുടെ ടാർഗറ്റിൻ്റെ ഏരിയയിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് 1:11 അടിക്കാൻ പോകുന്നുണ്ട്. മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രേഡിൽ എന്താ പറയുക, 1:11 നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ 80,000 നമ്മുടെ എന്താ പറയുക ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അതിൻ്റെ റിസ്ക് ഞാൻ വെച്ചത് 800 റുപ്പീസാണ് ഒരു ട്രേഡിൽ. ഇതിൽ നമുക്ക് എന്താണ് അതിൻ്റെ 1:10 റേഞ്ചിൽ 8,000 റേഞ്ചിൽ ഇന്ത്യൻ മണി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു എക്സിറ്റ് ചെയ്ത സമയത്ത് ബ്രോക്കറേജ് $1 തന്നെയാണ്. എക്സിറ്റ് ചെയ്ത സമയം 28-ാം തീയതി 10:05 സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്തതാണ് അത്, മറ്റേ ഓർഡർ. പിന്നെ 27-ാം തീയതി 4:22 നമ്മൾ എൻട്രി എടുത്തത്. എൻട്രി ടൈമും ഇവിടെ കാണാം. നമുക്ക് പ്രോഫിറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് വന്നത് $97.31 പ്രോഫിറ്റ് വന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു ട്രേഡിൽ എനിക്ക് $97 പകരം $2,000 വരെ പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. എന്ത് ഞാൻ 10x ലിവറേജ് യൂസ് ചെയ്യുന്നതിന് പകരം 200x ലിവറേജ് യൂസ് ചെയ്യാതെ. പക്ഷേ അവിടെ പ്രശ്നം വരിക, എൻ്റെ ക്യാപിറ്റലിൻ്റെ എനിക്ക് റിസ്ക് 1% വെക്കാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് അല്ല. ചിലപ്പോൾ ഇനി അടുത്ത 3-4 ട്രേഡ് എനിക്ക് SL വരാം. അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ ട്രേഡ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എൻ്റെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. എനിക്ക് ഒരു ട്രേഡിലും ഓവർ കോൺഫിഡൻസ് ഇല്ല. ഈ ട്രേഡ് ടാർഗറ്റ് ഹിറ്റാവുന്നില്ല, SL ഹിറ്റ് ഒരേമാതിരിയുള്ള ചിന്തകളേ ഉള്ളൂ. അപ്പം എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡിൽ ഞാൻ 10x ലിവറേജ് യൂസ് ചെയ്തത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ലൈവ് ട്രേഡിൽ കാണാം. താങ്ക് യു, ബൈ.